ശിഷ്യന്മാരുടെ ലക്ഷണങ്ങൾ പറയുമ്പോൾ 13 തരത്തിലുള്ള ശിഷ്യന്മാരെ പറ്റി തന്ത്രഗ്രന്ഥങ്ങൾ പറയുന്നു. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ശാന്തനും വിനീതനും ശുദ്ധാത്മാവും ശ്രദ്ധാവാനും ഗുരുപദേശത്തെ ധാരണ ചെയ്യുവാൻ സമർത്ഥനും കുലീനനും ബുദ്ധിമാനും കൂടിയായ വ്യക്തിയാണ് ശിഷ്യനാകുവാൻ യോഗ്യൻ എന്ന് പറയുന്നു. ശിഷ്യന്മാർ 13 തരത്തിലാണ് ഉള്ളത്. പൊതുവെ എല്ലാ ഇതിലും ശാന്തനും വിനീതനുമായിരിക്കണം, ആവണം അല്ലെ ആവാൻ ശ്രമിക്കണം, ശ്രദ്ധാവാനായിരിക്കണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ശ്രദ്ധ വേണം. അപ്പോൾ അതുപോലെ തന്നെ ഗുരുപദേശത്തെ ധാരണ ചെയ്യാൻ സമർത്ഥനായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ, ഗുരുവിൻ്റെ സമയം പോകും, നമ്മുടെ സമയം പോകും. അപ്പോൾ അത് സ്വീകരിച്ചത് ഉപയോഗിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ബുദ്ധിമാനായിരിക്കണം, കുലീനനായിരിക്കണം, ഒക്കെ ഒരു പ്രധാന ഇതാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വാളിറ്റികളോട് കൂടിയിട്ടുള്ള 13 തരത്തിലുള്ള 13 കാറ്റഗറിയിൽ പെടുന്ന ശിഷ്യന്മാരുടെ പേരുകൾ പറയാം. ബാക്കി നിങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചുകൊള്ളുക. വിസ്താര ഭയം കൊണ്ടാണ് കേട്ടോ. അംബാലക, നിരാധാര, പ്രമോദി, താമസ, ക്ഷതദൃക്, വ്യാപക, പാലക, ഗാലക, ധൗരേയ, അനുമത, പാവക, അംബു, വിചാരധി, ഇങ്ങനെ ഓരോ തരത്തിൽ ആണ് ശിഷ്യന്മാരെ പറയുന്നത്. ഇതിൻ്റെ ഒരു ബേസിക് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിൽ ഉള്ള ശിഷ്യന്മാർ ഗുരുവിനെ സേവ ചെയ്ത് പഠിക്കുക, ധനം കൊടുത്ത് പഠിക്കുക, അങ്ങനെ ഒരുപാട് തരത്തിൽ ഇതിനെ പെടും. അപ്പം ഇങ്ങനെയാണ് അംബാലക, നിരാധാര, പ്രമാധി, താമസ, ക്ഷതദൃക്, വ്യാപക, പാലക, ഗാലക, ധൗരേയ, അനുമത, പാവക, അംബു, വിചാരധി, ഇങ്ങനെ 13 തരത്തിലാണ് ശിഷ്യന്മാരെ കുറിച്ച് തന്ത്രശാസ്ത്രം പറയുന്നത്. ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് കുലാർണവ തന്ത്രത്തിൽ ശിഷ്യലക്ഷണവും ശിഷ്യന്മാർ ഒരിക്കലും ആക്കരുത് എന്ന് പറയുന്ന ലക്ഷണവും പറയുന്നുണ്ട്. പക്ഷെ അതിവിടെ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഗുരുവിനെ ആശ്രയിക്കുന്നത്. അപ്പം ഒരിക്കലും ശിഷ്യന്മാരാക്കരുത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അതിന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അടിച്ച് പോകും. ഇപ്പം ഇത് കലിയുഗമാണ്. എല്ലാ ലക്ഷണങ്ങളോട് കൂടിയിട്ടും ശിഷ്യന്മാരുണ്ടാവില്ല. അപ്പം എല്ലാ ലക്ഷണം ഉണ്ടെങ്കിൽ ഗുരു പെട്ടെന്ന് വെളിവാകുമല്ലോ. അപ്പം നമുക്ക് കുറവുകളുള്ളത് കൊണ്ടാണല്ലോ ഗുരുവിനെ അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുലാർണവ തന്ത്രത്തിൽ പറയുന്ന ശാക്തേയ കൗളതന്ത്രമാണ് കുലാർണവ തന്ത്രം. അപ്പം കുലാർണവ തന്ത്രത്തിൽ പറയുന്ന ശിഷ്യന്മാരുടെ ഒരു ലക്ഷണം പറയാം, ഉത്തമ ശിഷ്യ ലക്ഷണം പറയാം. അത് കുറച്ചുകൂടെ നമുക്ക് ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയി മാറാൻ ശ്രമിക്കുക സാധന ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ സാധകനായിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ബോധപൂർവം അതായി മാറാൻ ശ്രമിക്കുക. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കുറവുകൾ ആരെയൊക്കെ ശിഷ്യന്മാരാക്കരുതെന്നും കൂടി ഇതിൽ പറയുന്നത് ഞാൻ പറയണില്ല, അതിനി നെഗറ്റീവ് ആക്കിയെന്ന് വിചാരിക്കേണ്ട. ഇതിൽ പറയുന്ന ഉത്തമ ശിഷ്യലക്ഷണങ്ങൾ കുലാർണവ തന്ത്രത്തിൽ ഉത്തമ ശിഷ്യലക്ഷണങ്ങൾ പറയാം. ഈ ഗുരു ശിഷ്യലക്ഷണം പറയുന്നത് 13-ാം അധ്യായമാണ്. അതിനകത്ത് 23-ാമത്തെ ശ്ലോകം മുതൽ 37-ാമത്തെ ശ്ലോകം വരെയാണ് ഉത്തമ ശിഷ്യലക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. ഉത്തമമായ ശരീരലക്ഷണത്തോട് കൂടിയവനായിരിക്കണം, സാധനാവൈഭവം ഉള്ളവനും സമാധിക്ക് യോഗ്യനായവനും വിശിഷ്ടമായിട്ടുള്ള ഗുണങ്ങളോടും സ്വഭാവത്തോടും സ്വച്ഛയ ശരീരവും അതിന് യോജിച്ചതായ വസ്ത്രവും ഭൂഷണാദികളും അണിഞ്ഞവനും ജ്ഞാനവാനും ധാർമ്മികനും ശുദ്ധമായ മനസ്സോടുകൂടിയവനും ദൃഢവൃതനും സദാചാര തൽപരനും ശ്രദ്ധയുള്ളവനും സദാചാര തൽപരനും. ഇത് കുലാർണവതന്ത്രമാണ്, കൗളതന്ത്രമാണ്. കൗളതന്ത്രത്തിൽ ശിഷ്യലക്ഷണം പറയുന്നതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം സദാചാര തൽപരനും ശ്രദ്ധാവാനും ഭക്തി ഉള്ളവനും ദീക്ഷ സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവനും ദീക്ഷ സ്വീകരിച്ചവനും അല്പമാത്രം ആഹാരം കഴിക്കുന്നവനും. അല്പമാത്രമായ ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും കഴിക്കാതിരിക്കാനൊന്നും അല്ല കേട്ടോ, ഡയറ്റ് പ്ലാനൊന്നും അല്ല ഉദ്ദേശിച്ചത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, തിന്നാൻ വേണ്ടി ജീവിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ ഇവിടെ ഉദ്ദേശിച്ചൊരു സാധകൻ്റെ ഒരു ഗുണം. അല്പമാത്രമായ ആഹാരം കഴിക്കുന്നവനും അഗാധമായി ചിന്തിക്കുന്നവനും ഈശ്വരീയമായ വിഷയങ്ങൾ എന്ത് കിട്ടിയാലും അതിൻ്റെ ഗൂഢാർത്ഥത്തിലേക്ക് ശ്രദ്ധിക്കുന്നവനും ചിന്തിക്കുന്നവനും ധീരനും ചിന്താശീലനും കർമ്മകുശലനും സദാ ശുദ്ധി പാലിക്കുന്നവനും. വൃത്തിയായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും പല്ലിയേക്കുകയൊക്കെ വേണം. സാധകനാണെന്ന് പറഞ്ഞിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കരുതെന്ന്. സകലരോടും ബഹുമാനം ഉള്ളവനും ഗുരുവിനോട് വിധേയത്വമുള്ളവനും നന്ദിയുള്ളവനും
പാപങ്ങൾ ചെയ്യാത്തവനും നല്ലവരെയും യോഗികളെയും ആദരിക്കുന്നവനും ഈശ്വരവിശ്വാസിയും മഹാമനസ്കനും സകല ജീവജാലങ്ങൾക്കും നന്മ മാത്രം ചെയ്യാൻ ഇച്ഛിക്കുന്നവനും ദാനശീലനും വിശ്വസ്തനും വിനയിയും അസാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയുന്നവനും അത് സാധ്യമാക്കുന്നവനും ശൂരനും ഉത്സാഹിയും ബലവാനും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും ആ സാഹചര്യത്തിന്, അതാണ് ധർമ്മം, സാഹചര്യത്തിന് പറ്റുന്ന രീതിയിൽ പെരുമാറാൻ കഴിയുന്നവനും ആരെയും ചതിക്കാത്തവനും, സാധകനായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ആരെയും ചതിക്കാത്തവനും ധൈര്യശാലിയും ഉത്സാഹശാലിയും, കോൺഫിഡൻസും ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവും ധൈര്യശാലിയും ഉത്സാഹശാലിയും ഒക്കെ ആയിരിക്കണം എന്നാ ശിഷ്യൻ, അല്ലെങ്കിൽ ശിഷ്യനാവാൻ പറ്റുന്ന ആൾ. ഇൻസെക്യൂരിറ്റിയെ ഓവർകം ചെയ്യാൻ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഈശ്വരോപാസന ചെയ്തിട്ട് ഇപ്പോഴും ധൈര്യമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസമില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമില്ല എന്നർത്ഥം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഈശ്വരൻ്റെ പാതാരബിന്ദങ്ങളിൽ നിങ്ങൾ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യശാലിയായിരിക്കും, ഉത്സാഹശാലിയായിരിക്കും. തൻ്റെ ആധ്യാത്മിക ഉന്നമനത്തെ ലാക്കാക്കി പ്രവർത്തിക്കുന്നവനും മദ്യം, മറ്റ് ലഹരികൾ എന്നിവ ഉപയോഗിക്കാത്തവനും. കുലാർണതന്ത്രമാണ്, പഞ്ചമകാരങ്ങളെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണ്. അപ്പം ശിഷ്യലക്ഷണമാണ്. മദ്യം, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തവനും കഴിവുള്ളവനും സർവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവനും സത്യസന്ധനും മിതഭാഷിയും ചിരിച്ചുകൊണ്ട് എന്നാൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരും ആരെയും വിമർശിക്കാത്തവനും ഒരു പ്രാവശ്യം മാത്രം പറഞ്ഞാൽ ഗ്രഹിക്കാൻ ത്രാണിയുള്ളവനും ബുദ്ധിമാനും വിശേഷേണ ഉള്ള ബുദ്ധിയോട് കൂടിയവനും തന്നെ പുകഴ്ത്തുന്നതും അന്യരെ ദുഷിക്കുന്നതും കേൾക്കാൻ തൽപരനല്ലാത്തവനും പഞ്ചേന്ദ്രിയങ്ങളെ സംയമനം ചെയ്യുന്നവനും സ്വയം തൃപ്തി കണ്ടെത്തുന്നതിനും സുമുഖനും സന്തുഷ്ടനും ധൈര്യശാലിയും ബ്രഹ്മചാരിയും ആദിവ്യാധികൾ ഇല്ലാത്തവനും ചാബല്യം, ദുഃഖം, ഭ്രാന്ത്, സംശയം, രോഗം എന്നിവ ഇല്ലാത്തവനും ആയിരിക്കണം. ഇപ്രകാരമായിട്ടുള്ളതായ സദ്ഗുണ സമ്പന്നനെ വേണം ശിഷ്യനായി സ്വീകരിക്കേണ്ടത്. ഉത്തമ ശിഷ്യൻ ധ്യാനാദികൾ തൽപരനായിരിക്കണം. ഗുരുവിൻ്റെ സദ്ഗുണങ്ങളെ സദാ കീർത്തിക്കുന്നവനായിരിക്കണം. ഗുരുവിനെയും ദേവതയെയും പൂജിക്കുന്നവനും നമസ്കരിക്കുന്നതിൽ തൽപരനും ആയിരിക്കണം. ഗുരുവിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്നവനായിരിക്കണം. ഈശ്വര പദ്ധതിയിൽ, താൻ വിശ്വസിക്കുന്ന ഈശ്വര പദ്ധതിയിൽ സംശയമില്ലാത്തവനായിരിക്കണം. ജപം, ധ്യാനം, കുലധർമ്മം എന്നിവയിൽ താല്പര്യമുള്ള ആളായിരിക്കണം. എപ്പോഴും അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. മോക്ഷത്തെപ്പറ്റി എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരിക്കണം. അൾട്ടിമേറ്റ് എയിം മോക്ഷം തന്നെയാണെന്നുള്ള ഉറപ്പുള്ള ആളായിരിക്കണം. മോക്ഷകാംക്ഷിയായിരിക്കണം. മോക്ഷത്തിന് ആഗ്രഹിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ കാലദേശങ്ങൾക്കനുസരിച്ചുള്ള മറ്റ് ശാസ്ത്രങ്ങളെ മനസ്സിലാക്കുകയും ആ ശാസ്ത്ര കാര്യങ്ങളെ തനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും എന്നാൽ തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും സാധാരണ ശാസ്ത്രശാഖകളെ, ലൗകിക തലത്തിലുള്ള ശാസ്ത്രശാഖകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകുന്നവനും ആയിരിക്കണം ഗുരു തൻ്റെ ഉത്തമ ശിഷ്യനായിട്ട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് കുലാർണതന്ത്രത്തിൽ ശിഷ്യലക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ശിഷ്യന്മാരുടെ ലക്ഷണം പറയുന്നുണ്ട്. അതിൽ ഞാനൊന്ന് ക്രോഡീകരിച്ചൊരു കാര്യം പറയാം. ഇതിൽ പറയുന്ന ഒരു 4-5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങളൊരു സാധനയിൽ നന്നായി വളരും. ആരെയും ചതിക്കുകയും പറ്റിക്കുകയും ചെയ്യാതിരിക്കുക. നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞോ അറിയാതെ ആരും ഉദ്രവിക്കാതിരിക്കുക. ആരുടെയും ശാപം വാങ്ങിച്ചു വെക്കാതിരിക്കുക. 1. നമ്പർ 2, നിങ്ങൾക്ക് നല്ലൊരു ചോദന ഉണ്ടാവണം, ഒരു ക്വസ്റ്റ് ഉണ്ടാവണം. എന്തിനാണ് ഈ ജീവിതം? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ എയിം എന്താണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഉണ്ടാവണം. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സത്യവും ധർമ്മവും അറിയാം. അപ്പോൾ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് വളച്ചൊടിച്ചിട്ട് സാധകനാണെന്നും പറഞ്ഞുകൊണ്ട് വാസനകൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിച്ച് മുന്നോട്ട് പോകാൻ നോക്കരുത്. ഏത് സാഹചര്യത്തിൽ പെട്ടാലും ഋഷിമാർ പറഞ്ഞത് നമുക്കറിയാം. ഇപ്പം നമ്മളുടെ കുറവുകൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പലയിടത്തും വീണ് പോയേക്കാം. പക്ഷേ സാധനയും ഈശ്വര വിഷയങ്ങളെയും ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുത്വമാണ്. ഗുരുത്വം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കപ്പുറമാണത്. ഈശ്വരൻ സഹായിക്കും.
അഞ്ചാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു സാധനയും ചെയ്യുന്നില്ല എന്ന് വെച്ചോ, നിങ്ങൾക്ക് സാധനം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു നല്ല ശിഷ്യനാവണം, നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ, എനിക്ക് എവിടെ ചെന്ന് പെടേണ്ടതെന്നൊന്നും അറിയില്ല എന്നാണ് ആഗ്രഹമെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്, ഏത് കുടുംബത്തിലാണോ പിറന്നത് എങ്കിൽ അവിടെ വന്ന് ജനിക്കാനും അവിടെ വന്ന് പെടാനും ഒക്കെ ഒരു നിയോഗമുണ്ടല്ലോ. നിങ്ങളുടെ കർമ്മപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളവിടെ വന്ന് പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ പരദേവതയെ നിങ്ങൾ ആശ്രയിക്കുക. ഒന്ന്, നിങ്ങളുടെ പിതൃക്കളുടെ കാര്യങ്ങൾ, പിതൃക്രിയകളോ ശ്രാദ്ധമോ, നിങ്ങൾ ഏത് കുലത്തിലാണ് ജനിച്ചത് അതിൻ്റെ രീതിക്കനുസരിച്ച്, ആ കുലധർമ്മം അനുസരിച്ച്, ആ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുക. പിതൃപ്രീതി വരുത്തുക, അതുപോലെ തന്നെ പരദേവതാ പ്രീതി വരുത്തുക. പിന്നെ നിങ്ങൾ ഏത് ദേശത്താണ് ജനിച്ചതെന്ന് വെച്ചാൽ ആ ദേശത്ത് വന്ന് ജനിക്കാനും അവിടെ വന്ന് താമസിക്കാനും ഒക്കെ ഒരു കാരണമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ദേശത്തെ ദേവതയെ അങ്ങ് ആശ്രയിക്കുക, മുന്നോട്ട് പോവുക. കൂട്ടത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാന്ന് വെച്ചാൽ, ദേവിയാണെങ്കിൽ ഏതെങ്കിലും നാരായണീയ സ്തുതിയോ ലളിതാ സഹസ്രനാമോ അല്ല അതിലേതെങ്കിലും ഒരു നാമമോ എടുത്ത് ജപിക്കുക. മഹാദേവനാണെങ്കിൽ പഞ്ചാക്ഷരം ജപിക്കുക, അല്ലെങ്കിൽ ശിവസഹസ്രനാമത്തിലെ ശിവ അഷ്ടോത്തര ശതത്തിലെ ഏതെങ്കിലും ഒരു നാമം എടുത്ത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുക, ജപിക്കുക ഒരു 108 പ്രാവശ്യം വീതം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ സഹസ്രനാമത്തിലെയോ അല്ല അഷ്ടോത്തര ശതത്തിലെയോ ഒരു നാമം, അല്ല ഇത് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഒരു നാമമോ എടുത്തിട്ട് ഡെയിലി ഒരു 108 പ്രാവശ്യം ജപിച്ച് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന വഴികളിലൂടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് ഡെയിലി ഒരു അരമണിക്കൂർ, എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ സാഹചര്യം വന്നാലും, കാറ്റ് വരാം, കോള് വരാം, ചൂട് വരാം, തണുപ്പ് വരാം, അതുപോലെ തന്നെ ദുഃഖം വരാം, സുഖം വരാം, തമാശകൾ വരാം, എന്ത് വന്നാലും മടിയില്ലാതെ ഇത് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ മുന്നിലേക്ക് ഗുരു എത്തിപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എത്തിപ്പെടും, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ എത്തിപ്പെടും, അല്ലെങ്കിൽ ആരാണോ നിങ്ങളുടെ ഗുരുവാവാൻ ഉള്ളത് അവിടെ എത്തിപ്പെടുകയും ചെയ്യും.